അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹാംലെറ്റ് എന്ന് പറഞ്ഞ പ്ലേയുടെ കുറച്ച് നോട്ട്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ഷേക്സ്പിയർ സ്റ്റഡീസിൽ ഡീറ്റെയിൽഡ് സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്ലേ ആണ് ഹാംലെറ്റ്. അപ്പോൾ നമ്മുടെ ഷേക്സ്പിയർ സ്റ്റഡീസ് എന്ന് പറഞ്ഞ പേപ്പറിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഹാംലെറ്റിൻ്റെ കുറച്ച് നോട്ട്സൊക്കെ നോക്കാം. ഫസ്റ്റ് നമുക്ക് ഹാംലെറ്റിൻ്റെ ഒരു ഓവർവ്യൂ എന്താണെന്ന് നോക്കാം. അപ്പോൾ കുറച്ച് മെയിൻ പോയിൻറ്റ്സും അതുപോലെ തന്നെ എന്താണ് ഏത് കാറ്റഗറിയിൽ വരുന്നതാണെന്നൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കുറച്ച് 3-4 പോയിൻറ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷനൊക്കെ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എന്തെങ്കിലും എസ്സേ ഒക്കെ ചോദിക്കുമ്പോൾ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാംലെറ്റ് വില്യം ഷേക്സ്പിയറുടെ 4 മെയിൻ ട്രാജഡീസിൽ ഏറ്റവും ലോങ്ങസ്റ്റ് പ്ലേ ആണ് ഹാംലെറ്റ്. അപ്പോൾ ഒതെല്ലോ, മാക്ബത്ത്, കിങ് ലിയർ ആൻഡ് ഹാംലെറ്റ് ഇതാണ് ഷേക്സ്പിയറുടെ 4 മെയിൻ ട്രാജഡീസ്. അപ്പോൾ ദി ട്രാജഡി ഓഫ് ഹാംലെറ്റ്, പ്രിൻസ് ഓഫ് ഡെൻമാർക്ക്, ഓഫൻ കോൾഡ് ഹാംലെറ്റ്, ഇസ് എ ട്രാജഡി ബൈ വില്യം ഷേക്സ്പിയർ റിട്ടൺ അറൌണ്ട് 1599 or 1601. അപ്പോൾ ഈ ഒരു കാലയളവിലാണ് ഹാംലെറ്റ് എഴുതപ്പെട്ടിട്ടുള്ളത് എന്നാണ് നമ്മുടെ റെക്കോർഡിക്കിൽ ഉള്ളത്. ദെൻ ഈ പ്ലേയുടെ ഒരു സെറ്റിംഗ് ആൻഡ് പ്ലോട്ട് നോക്കുകയാണെങ്കിൽ ഡെൻമാർക്കിലെ എൽസിനോർ കാസ്റ്റിലാണ് ഈ പ്ലേയുടെ എൻ്റയർ സെറ്റിംഗ് വരുന്നത്. അതുപോലെ തന്നെ ഈ പ്ലേയിൽ മെയിൻ ആയിട്ടുള്ള പ്രോട്ടഗോണിസ്റ്റിൻ്റെ പേരാണ് ഹാംലെറ്റ്. Then Hamlet is celebrated as one of the most influential and powerful tragedies in English literature, famous for its timeless appeal and capacity for reinterpretations and adaptations. Then widely regarded as one of the greatest plays ever written. അപ്പോൾ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേ ആണ് നമ്മുടെ ഹാംലെറ്റ്. ദെൻ ഹാംലെറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഷേക്സ്പിയേഴ്സ് ലോങ്ങസ്റ്റ് പ്ലേ. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 4 മെയിൻ ട്രാജഡീസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ലോങ്ങസ്റ്റ് ആയിട്ടുള്ള പ്ലേ ആണ് ഹാംലെറ്റ്. ഹാംലെറ്റിൻ്റെ കുറച്ച് മെയിൻ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഹാംലെറ്റ്, ദി പ്രിൻസ് ഓഫ് ഡെൻമാർക്ക്, ദി പ്രോട്ടഗോണിസ്റ്റ്. ഹാംലെറ്റ് ആണ് ഈ പ്ലേയുടെ പ്രോട്ടഗോണിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി. ദെൻ ക്ലോഡിയസ്, ഹാംലെറ്റ്സ് അങ്കിൾ ആൻഡ് ദി ന്യൂ കിങ് ഓഫ് ഡെൻമാർക്ക്. ക്ലോഡിയസ് ആണ് ഇതിലെ കിങ് ആയിട്ട് പ്രസൻറ്റ് കിങ് ആയിട്ടുള്ള വ്യക്തി. ദെൻ ഗെറ്റ്രൂഡ് ഉണ്ട്, ഹാംലെറ്റ് മദർ, ക്യൂൻ ഓഫ് ഡെൻമാർക്ക്. ദെൻ ഒഫീലിയ, ഹാംലെറ്റിൻ്റെ ഒരു ലവ് ഇൻട്രസ്റ്റ് ആണ് ഒഫീലിയ. ദെൻ പ്ലോണിയസ്, ക്ലോഡിയസ് അഡ്വൈസർ ആൻഡ് ഒഫീലിയാസ് ഫാദർ. ക്ലോണിയസിൻ്റെ കോർട്ടത്തെ അഡ്വൈസറും അതുപോലെ തന്നെ ഒഫീലിയയുടെ ഫാദറുമാണ് പ്ലോണിയസ്. ഇതിൽ മെയിനായിട്ട് 2 ഫീമെയിൽ ക്യാരക്ടേഴ്സാണ് ഉള്ളത്. ഫീമെയിൽ ക്യാരക്ടേഴ്സ് 2 പേരാണ്, അത് ഒഫീലിയ ആൻഡ് ഹാംലെറ്റ്സ് മദർ. ദെൻ ലെയാട്രസ്, അത് നമ്മുടെ ഒഫീലിയയുടെ ബ്രദറും പ്ലോണിയസിൻ്റെ മകനുമായിട്ടുള്ള വ്യക്തിയാണ് ലെയാട്രസ്. അപ്പോൾ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. ദെൻ മൈനർ ക്യാരക്ടേഴ്സ് ഒരുപാട് വരുന്നുണ്ട്. റോസൻഗ്രാറ്റ്സ് വരുന്നുണ്ട്, ഗിൽഡൻസ്റ്റോൺ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ഗാഡ്സ് വരുന്നുണ്ട്, ഗാഡ്സായിട്ട് വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി മൈനർ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ പേര് മാത്രമാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഈ സ്റ്റോറിയുടെ ഒരു ഓവർവ്യൂ ഓഫ് ദി സ്റ്റോറി, എന്താണ് ഇതിൻ്റെ പ്ലോട്ടും സെറ്റിങ്സും കാര്യങ്ങളെന്നൊക്കെ ഒന്ന് ചുരുക്കി നമുക്ക് എന്താണെന്ന് നോക്കാം. ഹാംലെറ്റ് returned home to find his father dead and his mother remarried to his uncle Claudius, who has taken the throne. Hamlet learns from the ghost of his father that Claudius murdered him driven by revenge. Hamlet struggled with doubt, madness and moral questions. അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലേ എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ചാൽ ഹാംലെറ്റ് തൻ്റെ അച്ഛൻ്റെ മരണവാർത്ത അറിഞ്ഞിട്ട് തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു വരികയാണ്. ആ ഒരു ടൈമിൽ തൻ്റെ രാജ്യത്ത് എത്തുന്ന നേരത്ത് അവിടെ ഒരു മരണാനന്തര ചടങ്ങോ അല്ലെങ്കിൽ ഒരു ഫ്യൂണറലിൻ്റെ ഒരു ഒരുക്കങ്ങളോ ഒന്നുമല്ല അവിടെ ഉള്ളത്. ഒരു മാരേജ് സെറിമണിയുടെ ഒരു സെലിബ്രേഷൻ്റെ ഒരു ഒരുക്കങ്ങളൊക്കെയാണ് അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഹാംലെറ്റിന് ആകെ തൻ്റെ അച്ഛനൊരു വില കൊടുക്കാത്തതോ അല്ലെങ്കിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ചിന്തകളും ഒരു കോംപ്ലക്സ് സ്റ്റേറ്റ് ഓഫ് മൈൻഡൊക്കെയാണ് ഈ പ്ലേയിൽ നമുക്ക് കാണാൻ പറ്റുക. ദെൻ ഹാംലെറ്റിൻ്റെ ഫാദറിൻ്റെ ഗോസ്റ്റ് എന്ന് വെച്ചാൽ ഹാംലെറ്റിൻ്റെ ഫാദറിനെ ഗോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നുണ്ട് താൻ മരിച്ചത് എങ്ങനെയാണെന്നും തൻ്റെ മരണത്തിൻ്റെ
ഉത്തരവാദികൾ ആരാണ്, അതിന് കാരണക്കാരാരാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ അങ്കിളിൻ്റെ പങ്ക്, ഹാംലെറ്റിൻ്റെ അങ്കിളാണ് ക്ലോഡിയസ്. അപ്പോൾ അങ്കിളാണ് ഇപ്പോൾ തൻ്റെ അമ്മയെ വിവാഹം ചെയ്തിട്ടുള്ളതും ഈ അങ്കിള് തന്നെയാണ് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി, അല്ലെങ്കിൽ അച്ഛനെ കൊന്നത് അങ്കിൾ തന്നെയാണെന്ന് അറിയുമ്പോൾ ഹാംലെറ്റിൽ നിന്നുണ്ടാവുന്ന പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന ആ ഒരു മനസ്സും, അതുപോലെ തന്നെ തൻ്റെ മോറൽ വാല്യൂസിന് എതിരാണെന്നുള്ളൊരു ചിന്തയും, അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കോംപ്ലെക്സ് സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് ഹാംലെറ്റിനുള്ളത്. അപ്പോൾ ഈ ഒരു തീമിനെ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെയാണ് നമുക്ക് ഈ പ്ലേയിൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഹാംലെറ്റ് ആ ഗോസ്റ്റിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സത്യമാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും, അതുപോലെ തന്നെ റിവെഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്ത് തൻ്റെ മോറൽ വാല്യൂസിന് എതിരാണെന്ന് തോന്നുകയും, അതെല്ലാം നമുക്ക് ഈ പ്ലേയിൽ കാണാൻ വേണ്ടി കഴിയും. അപ്പം നമ്മുടെ നോട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് നോട്ട്സ് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവുള്ളൂ എങ്ങനത്തെ നോട്ട്സാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സൊക്കെ നമ്മൾ പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വീഡിയോസ് ഇടാൻ ലേറ്റ് ആവുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്